ഹിന്ദു വോട്ടുകൾ പ്രീണിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ വേണ്ടി താൻ ഒരു വിശ്വാസിയാണ് എന്ന് പോലും വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പിണറായി വിജയൻ പറയിപ്പിക്കുന്നു. അതിന്റെ മൂർധന്യത്തിലാണ് പാപപരിഹാരത്തിന്റെ ഭാഗമായാണെങ്കിലും പമ്പയിൽ അയ്യപ്പ ആഗോള സംഗമം സംഘടിപ്പിക്കുന്നത്. അയ്യപ്പ ആഗോള സംഗമത്തിൽ NSSന്റെയും SNDPയുടെയും സഹകരണം ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നത് പിണറായി വിജയന്റെ നേട്ടമായി തന്നെ വിലയിരുത്തണം. വെള്ളാപ്പള്ളി നടേശൻ പിണറായിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. മകനെ BJPക്കൊപ്പം നിർത്തി കേന്ദ്രത്തിന്റെ സഹായം നേടുകയും താൻ പിണറായിക്കൊപ്പം നിന്ന് കേരളത്തിന്റെ സഹായം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഇരട്ട രാഷ്ട്രീയം വെള്ളാപ്പള്ളിക്ക് മാത്രമേ മനസ്സിലാകൂ. എന്നാൽ എന്തുകൊണ്ടാണ് സുകുമാരൻ നായർ ഇങ്ങനെ മാറിപ്പോയത് എന്ന് പലരും അത്ഭുതത്തോടെ കാണുന്നു. NSSും സുകുമാരൻ നായരും സർക്കാരിന്റെ ഈ തട്ടിപ്പ് അയ്യപ്പ ആഗോള സംഗമവുമായി സഹകരിക്കുമെന്ന് ഒരു വിശ്വാസിയും മനസ്സാൽ പ്രതീക്ഷിച്ചില്ല. 2018 സർക്കാരിനെതിരെ രംഗത്ത് വരികയും ശബരിമല പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തത് വാസ്തവത്തിൽ സുകുമാരൻ നായരും NSSുമായിരുന്നു. സുപ്രീം കോടതിയിൽ സർക്കാരിനെതിരെ കേസ് നടത്തിയതും വിജയം കൈവരിച്ചതും സുകുമാരൻ നായരായിരുന്നു. അന്ന് സുകുമാരൻ നായർ സർക്കാരിനെതിരെയും സർക്കാരിന്റെ ഇസ്ലാമിക പീഡനത്തിനെതിരെയും രംഗത്ത് വന്നു. ഗണപതി മിത്ത് വിഷയമുണ്ടായപ്പോൾ ഷംസീറിനെതിരെ പച്ചയ്ക്ക് വെട്ടിത്തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നു സുകുമാരൻ നായർ രംഗത്ത് വന്നത്. അങ്ങനെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി ഹിന്ദു വിരുദ്ധ അജണ്ട തുറന്നു കാട്ടിയ സുകുമാരൻ നായർ അയ്യപ്പ ആഗോള സംഗമത്തോട് സഹകരിച്ചത് പലരെയും ഞെട്ടിച്ചു. ആദ്യം തന്നെ അയ്യപ്പ സംഗമത്തോട് തനിക്ക് യോജിപ്പാണ്, താൻ ഹിന്ദു വിശ്വാസം സംരക്ഷിക്കാനുള്ള പരിപാടിയോട് സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്ന് മാത്രമല്ല ബദലായി പന്തളം കൊട്ടാരത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും സുകുമാരൻ നായർ ശ്രദ്ധിച്ചു. വാസ്തവത്തിൽ NSSും പന്തളം കൊട്ടാരവും ഒരുമിച്ചായിരുന്നു 2018 പ്രക്ഷോഭം ആരംഭിച്ചത്. എന്നിട്ടും പന്തളത്തെ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് മാത്രമല്ല പിണറായിയെയും CPMനെയും പരസ്യമായി പിന്തുണയ്ക്കുക എന്ന അജണ്ടയാണ് ഇപ്പോൾ സുകുമാരൻ നായർ പുറത്തെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കുകയും കോൺഗ്രസിനെയും BJPയെയും തള്ളിപ്പറയുകയും ചെയ്ത് സുകുമാരൻ നായർ രംഗത്ത് വന്നു. കോൺഗ്രസിന് ന്യൂനപക്ഷ വോട്ട് മാത്രം മതി, അവർക്ക് ഹിന്ദു വോട്ട് വേണ്ട, അതുകൊണ്ട് തന്നെ അവരോടുള്ള ഞങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. BJPക്ക് ഇതുവരെ ശബരിമലയെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എന്തെങ്കിലും ചെയ്യേണ്ടത് അവരായിരുന്നു, ചെയ്തില്ല. എന്നാൽ CPMും കേരള സർക്കാരും ശബരിമലയുടെ ആചാരം സംരക്ഷിക്കാൻ രംഗത്തിറങ്ങി. ആചാരം ലംഘിക്കില്ല, ബിന്ദുമണിമാരെ കൊണ്ടുപോവില്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും അത് നടപ്പിലാക്കാതെ ശബരിമലയെ സംരക്ഷിച്ചത് CPMും സർക്കാരുമാണ് എന്നൊക്കെ പറഞ്ഞാണ് സുകുമാരൻ നായർ രംഗത്ത് വന്നത്. വാസ്തവത്തിൽ ഹിന്ദു വിശ്വാസികളെ തകർക്കാൻ പിണറായി വിജയനും CPM സർക്കാരും ചെയ്ത വൃത്തികേടുകൾ അറിയാവുന്നവരൊക്കെ സുകുമാരൻ നായരുടെ വാക്ക് കേട്ട് ഞെട്ടിപ്പോയി. സുകുമാരൻ നായർക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് പരസ്പരം ചോദിക്കുകയാണ് എല്ലാവരും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിണറായിയുടെ രാഷ്ട്രീയ തന്ത്രം.